ദൈവത്തിൻ്റെ പുനഃനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഒരു കാലത്ത് പുതിയ നിയമ വിശ്വാസികളായ നാം ഓരോരുത്തരും ദൈവവുമായി യാതൊരു ബന്ധമില്ലാതെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. എഫേസ്യർ ലേഖനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്തിൻ്റെ കയ്യാലുള്ള പരിച്ഛേദന, ഏറ്റുപരിച്ഛേദന എന്ന പേരുള്ള ഒരാൾ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന നാം ഓരോരുത്തരെയും വചനം പറയുന്നത്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എന്ന് വെച്ചാൽ ദൈവവുമായുള്ള നല്ല ബന്ധത്തിലേക്ക് കടന്നു. അതിന് മുഖാന്തരമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. യേശുവിൻ്റെ രക്തത്താൽ ദൂരസ്ഥരായിരുന്ന നാം ഓരോരുത്തരും ദൈവമായി അടുത്തേക്ക് കടന്നു വന്നു, സമീപസ്ഥരായി തീർന്നു. അപ്രകാരം നാം തീർന്ന വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ദൈവത്തെ വേണ്ട പരിജ്ഞാനത്തോടെ പെരുമാറാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ച് കളഞ്ഞു. നോക്കണേ, കർത്താവായ യേശു ക്രിസ്തു എൻ്റെ കടുംചുമപ്പായ പാപത്തെ ഹിമം പോലെ വെളുപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ എനിക്ക് വേണ്ടി ഒഴുക്കിയ രക്തമാണ് എൻ്റെ പാപത്തിന് പരിഹാരമായി തീർന്നത്. ആ ദൈവത്തെ വേണ്ടത്ര പരിജ്ഞാനത്തിൽ പെരുമാറുവാനോ സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയാതെ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നടന്നാൽ, വീണ്ടും പഴയ ജഡത്തിൻ്റെ സ്വഭാവം ഉയർത്തിക്കൊണ്ട് വന്നാൽ, വചനം പറയുന്നു, ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ച് കളഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയോ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ആമേൻ. ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ച് കളഞ്ഞു. ഇങ്ങനെയുള്ള വ്യക്തികൾ, വചനം പറയുന്ന 29-ാമത്തെ വാക്യം, റോമാലേഖനം 1:29, അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. സകല അനീതിയും, നീതിയായ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന, സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് കീഴടങ്ങി ഒരടിമയെ പോലെ ജീവിക്കുന്ന വ്യക്തികൾ ഒരിക്കലും അനീതിയിൽ സന്തോഷിക്കില്ല. കൊരിന്ത്യർക്ക് ലേഖനം വളരെ വ്യക്തമായി പറയുന്നു, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു സ്നേഹം. അപ്പോൾ ദൈവമക്കളിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, നാം ഒരിക്കലും അനീതിയിൽ സന്തോഷിക്കില്ല, സത്യത്തിൽ മാത്രം സന്തോഷിക്കും. അപ്പോൾ അനീതി പ്രവർത്തിക്കുന്നവരോട് കൂടെ നിൽക്കുവാൻ ഒരു ദൈവത്തിന് വ്യവസ്ഥയില്ല എന്ന് റോമാലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. കാരണം ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നീതിയല്ലാത്ത കാര്യങ്ങൾ അവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പുതിയ നിയമ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രാണനാഥനെ പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. ആ പ്രാണനാഥൻ്റെ വരവിങ്കൽ മധ്യകാശത്ത് വെളിപ്പെടുമ്പോൾ അവനോടുകൂടി എടുക്കപ്പെടേണ്ട ദൈവമക്കളാ. ആ സ്ഥലം നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും, അവിടേക്കാണ് ദൈവമക്കളായി നമ്മൾ പ്രവേശിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അനീതിക്ക് കൂട്ടുനിന്ന് അനീതിയോട് ചേർന്ന് പ്രവർത്തിച്ച് പോകുന്ന ഒരു ദൈവത്തിൽ നിന്ന് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുവാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് അനീതിയിൽ ദൈവമക്കൾ സന്തോഷിക്കരുത്. സകല അനീതിയും നിറഞ്ഞവർ, ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ദുഷ്ടന്മാരുടെ പ്രത്യേകത അറിയാലോ, അവരെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യത്തിലാണ് ദുഷ്ടൻ എന്ന് വിളിക്കുന്നത്. അത്യാഗ്രഹം, നമ്മൾ അത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ദൈവമക്കൾ ചിന്തിക്കുന്ന സാമ്പത്തികമായ നന്മയല്ല, സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ചെയ്യേണ്ടതല്ല. ആവശ്യത്തിന് നമുക്ക് ഇന്നത്തെ കാലത്ത് ചില ജോലികളെല്ലാം ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നടത്തണം. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, ഇതിലെല്ലാം നമുക്ക് സാമ്പത്തികം ആവശ്യമാണ്. ആ ഒരു അതും അത്യാഗ്രഹം മറ്റുള്ളവർ വെട്ടിച്ചോ അല്ല വാങ്ങേണ്ടത്, നാം ജോലി ചെയ്തുണ്ടാക്കണം. അതും നല്ലതിന് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ ചില അത്യാഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, ഒരു വ്യക്തി ആത്മീയമായി വളർന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ആത്മീയ വളർച്ചയിൽ കണ്ട്, ആമേൻ, അതുപോലെ എനിക്കും ആകണം, പരസ്യയോഗത്തിന് അതുപോലെ എനിക്ക് പ്രസംഗിക്കണം എന്നുള്ള ചിന്തകൾ വെച്ച്, ആമേൻ, അവരെയും വളർത്താൻ അനുവദിക്കില്ല, ഇദ്ദേഹവും പറയില്ല. ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ചില അത്യാഗ്രഹത്തിൻ്റെ സ്വഭാവങ്ങൾ, അതൊരിക്കലും ഒരു ദൈവത്തിന് ചേർന്നതല്ല.
അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അത്യാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നികൃഷ്ടബുദ്ധിയിൽ ദൈവം തള്ളിക്കളഞ്ഞതാണ്. ദൈവം അത്യാഗ്രഹവും പിന്നെ ദുർബുദ്ധി എന്ന് പറഞ്ഞവർ, ദുർബുദ്ധിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ ആരെങ്കിലും പറയപ്പോൾ ദേവാസനെ അല്ലെങ്കിൽ സഹോദരി നിങ്ങളുടെ ആ ചർച്ചിലെ ആ സഹോദരൻ അത്യാവശ്യം നന്നായിട്ടൊക്കെ വചനങ്ങളൊക്കെ കവലയിലൊക്കെ ഒന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ നല്ലൊരു വ്യക്തിയാണല്ലേ എന്ന് പറയുമ്പോൾ അത് വലിയ കഴമ്പുള്ള കാര്യമൊന്നുമല്ല പറയണേ. ഒരു പ്രത്യേക തരം ദുർബുദ്ധി ഉപയോഗിച്ച് നല്ലത് പറയിപ്പിക്കാതെ അവരെ ആത്മീയമായിട്ട് വളർത്തിക്കൊണ്ടുവരാതെ താഴ്ത്തി കൊണ്ടുപോകുന്ന ചില സ്വഭാവങ്ങൾ, അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ദൈവം അവരെ നികൃഷ്ടബുദ്ധിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം പറയുന്നു അസൂയ. അടുത്തത് അസൂയ കടന്നു വന്നാൽ പിന്നെ അതിൻ്റെ സ്വഭാവം അറിയാലോ. നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പറയും അസൂയക്ക് എന്തില്ല, മരുന്നില്ല എന്നൊക്കെ പറയും. ചില അസൂയകളെല്ലാം കടന്നു വരും. ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, ചിലരുടെ സാമ്പത്തികമായ ചില ഉയർച്ച കാണുമ്പോൾ, ചില മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇത് കാണുമ്പോൾ, അവരുടെ ആ വളർച്ച അംഗീകരിക്കാൻ കഴിയാതെ, അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, സ്വസ്ഥത ഇല്ലാതെ, അവരെ എന്താ പറയണേ, എന്താ പ്രവർത്തിക്കുന്ന അറിയാതെ, ഉള്ളിൽ വ്യാകുലപ്പെട്ടുകൊണ്ട് എനിക്കും അതുപോലെ ഇല്ലല്ലോ എന്നുള്ള ചിന്തകൾ വന്ന് അസൂയയുടെ സ്വഭാവം കൊണ്ടുവരും. അത് കടന്നു വരുന്നത് ചിന്തിക്കണേ, മനസ്സിലാക്കണേ. ഇതെല്ലാം നമ്മെ ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്ന സ്വഭാവങ്ങളാണ്. അസൂയ, കൊല, ഒരു മടി ഉണ്ടാകില്ല. അങ്ങനെയുള്ളവരെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചില ആളുകളുടെ വളർച്ചയിൽ ഒരു കുശുമ്പ് തോന്നിയ അതിനെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ 4 പേര് കൂടിയിരിക്കുമ്പോൾ അവനെ കൊന്നുകളയുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ശാരീരികമായ മരണമല്ല അവിടെ പറയുന്നത്, അവനെ കൊന്നുകളയുന്ന രീതിയിൽ എല്ലാവരും കൂടെ നിങ്ങളെന്നാ ചെയ്ത് ശരിയായില്ല, ആ പരസ്യത്തിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് വാട്സപ്പിലിട്ട് നിങ്ങൾ ആളാവാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് കൊന്നുകളയുന്നതിന് പോലെ ചില സ്വഭാവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. നമ്മളൊരു മെസ്സേജൊക്കെ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 70% പേരൊക്കെ അതിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കും, ആളാവാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള രീതി ചിന്തിക്കും. അതിൽ ഒരു 30% പേര് ആ മെസ്സേജ് കേൾക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും അതിന് അവരുടെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന രീതിയിൽ കർത്താവിന് മാത്രം, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ആമേൻ, സ്തോത്രം എന്ന് പറഞ്ഞ് കമൻ്റൊക്കെ എഴുതി അത് അവർ ബ്ലെസ് ചെയ്യും, നമുക്കൊരു സന്തോഷം തരും. ഒരു കൂട്ടം ആളുകൾ അതിനെ തെറ്റായി ന്യായീകരിക്കും. അത് അസൂയയിലൂടെ കടന്നു വരുന്ന ഒരു കൊലപാതകമാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവൻ എന്ത് ചെയ്യാൻ പാടില്ല, ഇതുപോലെയുള്ള പോസ്റ്റുകളൊക്കെ ചെയ്ത് അവൻ മറ്റുള്ളവർ മുന്നിൽ അറിയാത്ത രീതിയിലായിത്തീരണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ അവൻ ചെയ്യൂലല്ലോ. ഒരു കൊലപാതകം അവിടെ ഏറ്റവും വലിയ നടക്കുക. ആത്മീയമായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇല്ലാതാക്കി കളയാൻ ശ്രമിക്കുന്ന ചില രീതികൾ, ഇതെല്ലാം ദൈവം നികൃഷ്ടബുദ്ധിയിൽ തള്ളിക്കളഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കടന്നു വരുന്നത്. കൊല, അതുപോലെ തന്നെ പിണക്കം. കണ്ടാലൊന്ന് സ്തോത്രം പറയാൻ കഴിയാതെ നമ്മൾ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ സ്തോത്രം, ഞാൻ നമ്മുടെ പാസ്റ്റർമാരെയും ദേവാസന്മാരെയും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഞാൻ അവരുടെ പ്രതികരണങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കും. കാരണം അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ എന്നൊക്കെ ആ സ്പോട്ടിൽ അറിയാൻ പറ്റും. അവരുടെ റിപ്ലൈ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ആത്മീയമായിട്ട് വളരുന്നതിൽ അവർ സന്തോഷിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്തോത്രം. അവർക്ക് പിണക്കം ഉണ്ടാവില്ല. അല്ലാത്തവരാണെങ്കിൽ ഒരു പിണക്കത്തിൻ്റെ രീതിയിൽ മുഖമാണ് മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ ആ മുഖത്ത് അതങ്ങോട്ട് വെളിപ്പെടും. അന്നേരം അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. അടുത്തത് ദുർശീലം. ചിലർക്ക് ഒരു ദുർശീലമുണ്ട്. എന്താ ദുർശീലം? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കൾക്ക് മറ്റുള്ള ലോകപ്രകാരമായ ചില ദുർശീലങ്ങളൊന്നും ഉണ്ടാകില്ല. പുകവലിക്കുക, പാൻപരാഗ് ഉപയോഗിക്കുക, മദ്യം കഴിക്കുക, സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണുക, അങ്ങനെയുള്ള ദുർശീലങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ ചില ദുർശീലങ്ങൾ എന്താ? ചില കാര്യങ്ങൾക്ക് എല്ലാം അറിയണം. ചിലർക്ക് എന്താണെന്ന് എല്ലാം അറിയണം. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത എല്ലാം അറിയണം. ഇതെല്ലാം അറിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുക. ഇവിടെ എല്ലാം ചെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇത് ദുർശീലമാണ്. നമുക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ ചില ദേവദാസന്മാരെ സെലക്ട് ചെയ്യണതിൽ തെറ്റില്ല. ഞാൻ അങ്ങനെ ഒത്തിരി ദേവദാസന്മാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ചില ചേട്ടന്മാരുണ്ട് എനിക്ക്,
എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ചേട്ടനുണ്ട്. ഞാൻ ആ ചേട്ടനോടൊക്കെ തുറന്ന് സംസാരിക്കും. എനിക്കറിയാം ആ ചേട്ടനോട് ഞാൻ പറഞ്ഞാൽ എന്നെ ചതിക്കില്ല, എനിക്ക് നല്ലതാ പറഞ്ഞു തരുള്ളൂ. എനിക്ക് അങ്ങനെ കുറച്ച് ചേട്ടന്മാരുണ്ട്, കുറച്ച് പാസ്റ്റർമാരുണ്ട്, കുറച്ച് ആൻറ്റിമാരുണ്ട്. അവരോടൊക്കെ ഞാൻ തുറന്ന് സംസാരിക്കും. എൻ്റെ മനസ്സിലെ എൻ്റെ ഉള്ളിൽ ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അവരെനിക്ക് നല്ലതേ പറഞ്ഞു തരുള്ളൂ. ഞാൻ തെറ്റാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവരെന്നോട് പറയും അത് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും. അങ്ങനെയുള്ള ചില ചേട്ടന്മാരും ആൻറ്റിമാരൊക്കെ എനിക്കുണ്ട്. സ്തോത്രം. ചില ദേവദാസന്മാർ അങ്ങനെയുണ്ട്. ചില ദേവദാസന്മാർ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്ത് നിന്നപ്പോൾ ഞാനൊരു ദേവദാസനോട് സംസാരിച്ചു. അവരെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ അവർ പറഞ്ഞ് എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അങ്ങനെ ചിലവരെ സെലക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. ആമേൻ, ആമേൻ. അത് ദുർശീലമായിട്ട് കണക്ക് കൂട്ടരുത്. കാരണം അവരെ വിശ്വസ്തയോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. എല്ലായിടത്തും ചെന്ന് നമ്മളിങ്ങനെ ദുർശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുക. അത് എഴപ്പിച്ച് അത് ഇതാക്കി അദ്ദേഹത്തെ ആത്മീയമായി വളരാൻ കഴിയാതെ വേണം. തെറ്റ് ചെയ്ത തെറ്റെന്ന് പറയണം കേട്ടോ. തെറ്റ് ഒരിക്കലും ശരിയാവില്ലല്ലോ. തെറ്റ് തന്നെ. ആമേൻ. അത് ഒരിക്കൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദുർശീലം. കുരളക്കാർ നുണ പറഞ്ഞു നടക്കും ചിലർ. ഒരു മയവുമില്ലാതെ നുണ പറയും. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. നമ്മൾ ചില വ്യക്തികളെ ശ്രദ്ധിച്ചിട്ട് വേണം ചില കാര്യങ്ങൾ സംസാരിക്കും. കാരണം അവർ ആ വാക്ക് വളച്ചൊടിച്ചിടും. ഇത് ഇന്നത്തെ കാലത്ത് തുടങ്ങിയ സംഭവം ഒന്നല്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പരീശന്മാരും അവർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ഗുരുവോ കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പം യേശു പറഞ്ഞ ചോദ്യമുണ്ട്, ആ നാണയം കാണിപ്പിൻ. നാണയം കാണിച്ചു. ഇതിൻ്റെ സ്വരൂപം മേലെടുത്തും ആരുടേത്? കൈസറുടേത്. യേശു പറഞ്ഞു കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ആമേൻ. ഈ പുതിയ നിയമ വിശ്വാസികൾ ചില ചോദ്യം ചോദിക്കുകയാണ്, ദശാംശം കൊടുക്കാൻ പുതിയ നിയമത്തിലെ വ്യവസ്ഥ. യേശു പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനുള്ളത് ദൈവത്തിന്, കൈസർക്കുള്ളത് കൈസർക്ക്. നിനക്കുള്ളത് നീ എടുത്തോ, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തോളണം. പ്രൈസ് ലോർഡ്. അപ്പോൾ ചില സംഭവങ്ങൾ ഹല്ലേലൂയ കുരുളക്കാർ. ആമേൻ, ആമേൻ. നുണ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം വളച്ചൊടിച്ച്. യേശു പറഞ്ഞത് നാണയം കാണിക്കുക, അതിൻ്റെ സ്വരൂപം വിലയിരുത്തും കൈസറെ കൈസർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് പിലാത്തോസിന് മുമ്പിൽ വെച്ച് അവരെന്താ പറഞ്ഞത്? അവൻ കൈസർക്ക് കരം കൊടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യേശു പറഞ്ഞത്. കൈസർക്ക് കൊടുക്കാൻ പറഞ്ഞു. വളച്ചൊടിച്ചു വാക്കുകൾ. ഇന്നത്തെ കാലത്തും അപ്രകാരം വളച്ചൊടിച്ച് ചില സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും ചില മാന്യതയ്ക്ക് വേണ്ടിയിട്ടും ഇവിടെ ഈ ഭൂമിയിലെ ട്രെയിനിങ് പീരീഡാണ് അടുത്ത നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കും പ്രവേശിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ ആളുകൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ചില ശുശ്രൂഷകൾ ലഭിക്കുവാൻ വേണ്ടി ചിലരെ കുറ്റപ്പെടുത്തി വളച്ചൊടിച്ച് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ പറയാതെ വളച്ചൊടിച്ച്. ആമേൻ. ഞാൻ പലപ്പോഴും പറയും, എനിക്കൊന്നേ പറയാനുള്ളൂ. ആമേൻ. ഞാൻ യേശുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ഒരൊറ്റ അപ്പൻ്റെ മക്കളാണ്, ഒരൊറ്റ അപ്പൻ്റെ മകനാണ്. അങ്ങനെ പറയും നമ്മൾ. അതിന് കാരണം എന്താ? യേശു കാണിച്ച മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ. ആമേൻ. നുണ പറയേണ്ട വ്യവസ്ഥ നമുക്കില്ല. അതുകൊണ്ട് നുണ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കണേ. ആമേൻ. ദൈവം നികൃഷ്ട ബുദ്ധിയിൽ തള്ളിക്കളഞ്ഞ ഈ ഏഷണിക്കാർ ഈ നുണ പറഞ്ഞ കുറച്ച് പേര് ഇവർക്ക് ഈ കുറച്ച് പേരെ ഈ നുണ പറയുന്നത് കേൾക്കാൻ വേണ്ടി കുറച്ച് പേരുണ്ടാവും. അവർ കുറച്ച് പേര് കൂടി നിന്ന് കേൾക്കും. എന്നിട്ട് ആരെയാണോ ലക്ഷ്യം വെച്ചത് അവർ കടന്നു വന്നതിന് മുന്നേ ഏഷണി തയ്യാറാക്കും. വേണമെങ്കിൽ ബൈബിളിലെ വാക്യമൊക്കെ എടുക്കും. അവർ വേണമെങ്കിൽ വാക്യമൊക്കെ എടുത്ത് അങ്ങ് സംസാരിച്ച് തുടങ്ങും. ഏഷണി കൊണ്ട് എരി കയറ്റി. നമ്മൾ ചില കാര്യങ്ങളോട് വിശ്വസ്തരായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ചില സന്ദർഭത്തിൽ അവർ വിശ്വസ്തരല്ല എന്ന് തെളിഞ്ഞു വരുന്ന സമയത്തുണ്ടല്ലോ ചങ്ക് പൊട്ടിപ്പോണ വേദനയായിരിക്കും. നമ്മൾ ഇവരോടാണല്ലോ തുറന്ന് സംസാരിച്ച്, ഇവനൊരു ചതിയനാണല്ലോ എന്നുള്ളൊരു മൈൻഡ്. സ്തോത്രം. ചില ചതിയന്മാരെയൊക്കെ തിരിച്ചറിയുന്നത് കാര്യത്തോടെ എടുക്കുമ്പോഴാണ്. പഴയ കാലത്തെ കാരണവന്മാർ പറയില്ലേ, നമ്മളിപ്പോൾ മാങ്ങയുടെ സീസണല്ലേ, മാങ്ങ പുളി തിന്നുമ്പോൾ ചെറിയ പുളിയിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല രസമുണ്ട്. അല്ല, മൂവാണ്ട മാങ്ങയൊക്കെ ആണെങ്കിൽ നല്ല ചനച്ച മാങ്ങ ചെത്തി തിന്നുമ്പോൾ നല്ല രസമായിരിക്കും. അതിൻ്റെ ആ മാങ്ങയുടെ മാങ്ങണ്ടിയോട് അടുക്കുമ്പോഴോ അതിൻ്റെ ആ പുളി അങ്ങ് കൂടും. അപ്പോഴാണ് അറിയുള്ളൂ ഈ ഉള്ളിലിരിക്കണത് ഇതൊരു പുളിയാ നമുക്ക് തോന്നും അങ്ങനെയൊക്കെ. ചില ആളുകൾ കാര്യത്തോടെ അടുക്കുമ്പോൾ മനസ്സിലാവും ഇവർ വിശ്വസിക്കാൻ കൊള്ളില്ല, ചതിയനാണ്. ആമേൻ. ചില ആളുകളൊക്കെ വില കൂടിയ പട്ടികളെയൊക്കെ വാങ്ങും. ഈ റോഡ് വീലർ അങ്ങനെയുള്ള പട്ടികൾ. റോഡ് വീലർ ഇണക്കവും അതിൻ്റെ ചെറുപ്പത്തിലെ കൊഞ്ചിലൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും നല്ല, പക്ഷെ വലുതായി കഴിയുമ്പോഴോ മനുഷ്യനെ വരെ നശിപ്പിച്ച് കടിച്ച് കൊന്നു കളയുന്ന സ്വഭാവമുള്ള പട്ടികളാണ്. ഏറ്റവും വലിയ ഡേഞ്ചറാണ്.
ആമേൻ. എന്നാൽ ചിലർ ഇണങ്ങുന്ന ഇനങ്ങളുമുണ്ട്. ഞാൻ അവന് പണ്ട് ഇവിടെ നമ്മുടെ അടുത്തൊരു പട്ടീനെ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര പേടി. ആ വീട്ടിലേക്ക് ചില ഭയമാവും. അത് കുഞ്ഞായിരുന്നപ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ പോയിരുന്നു. പട്ടി വലുതായി കഴിഞ്ഞപ്പോൾ നമുക്കങ്ങനെ എടുക്കാൻ പറ്റാതെ ആമേൻ എന്നതുപോലെ ചില കാര്യങ്ങൾ ആമേൻ വിശ്വസിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലേക്ക് കടന്നു വരും ചതിയന്മാർ. ആമേൻ. അത് പിന്നെ അതൊരു ഏഷണിയുടെ ഒരു അനുഭവം കേട്ടോ. പിന്നെ ദൈവദോഷികൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രാർത്ഥനയ്ക്ക് വരാതെ, അതും ദൈവത്തെ ദൂഷിക്കുന്ന ഒരു അനുഭവം തന്നെ. പ്രാർത്ഥനയ്ക്ക് വരാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുക, കളിക്കാൻ പോവുക, കൂട്ടുകാരോടി നടക്കുക, ചുമ്മാ വീട്ടിലിരിക്കുക, ഇതൊക്കെ ദൈവദോഷികൾ തന്നെയാണ്. പക്ഷെ അതിലുപരി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ആരാധന ഹോളിൽ കടന്നു വന്നിട്ട് സമയമുണ്ടല്ലോ, ഒരു 10 മണി എന്നൊരു സമയമുണ്ടല്ലോ. ആ 10 മണിക്ക് ഇപ്പം ഞാൻ നെടുമ്പാശ്ശേരി ചർച്ചിൽ 10 മണിക്ക് പ്രെയർ ആരംഭിക്കുന്നത്. ചിലയിടത്ത് 9 മണിക്ക് ആരംഭിക്കുന്നുണ്ട്, ചിലയിടത്ത് 8 മണിക്ക് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ 9 മണിക്ക് ആരംഭിക്കേണ്ട പ്രാർത്ഥന 9 മണിക്ക് ആരംഭിച്ചിരിക്കണം. കാരണം അത് നമ്മൾ ദൈവസന്നിധി എടുത്ത തീരുമാനമാണ്. ഇന്ന് ആരാധന 9 മണിക്ക് തുടങ്ങി 11 മണി 11:30 12 മണിയോ അങ്ങനെ ഒരു സമയം ക്രമീകരിക്കും. ആ സമയം അതുപോലെ ചെയ്തിരിക്കണം. 10 മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന 10 മണിക്ക് ഞാൻ തുടങ്ങിയിരിക്കണം. 10 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവമക്കൾ കടന്നു വരേണ്ട എപ്പോഴാണ്? 10:10 അവൻ്റെ. അത് ദൈവദോഷികൾ അവരൊക്കെ. 10:20 അവൻ്റെ, 10:30 അവൻ്റെ, അതോ 11 മണിക്കാണ് അവൻ്റെ. 10 മണിക്ക് മുമ്പ് അവരവിടെ എല്ലാം കടന്നു വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിരിക്കണം. കാരണം 6 ദിവസം ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവത്തിന് മുന്നിൽ നിരപ്പ് പ്രാപിച്ച് പുതിയ ശക്തി പ്രാപിക്കാൻ പോവുക. നോട്ടത്തിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, കൊടുക്കൽ, വാങ്ങൽ വന്ന സകല കുറവും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കണമേ എന്ന ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ശുദ്ധീകരണ മനോഭാവത്തോടുകൂടെ ദൈവത്തെ മാത്രപ്പെടുത്താൻ പോവുക. ദൈവത്തോട് നന്ദി പറയാൻ പോവുക. പക്ഷേ നേരത്തെ എല്ലാം കടന്നു വരണം. നേരത്തെ കടന്നു വന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുക. അതൊരു നല്ല ലക്ഷണമാണ്. അതല്ലാതെ കടന്നു വരുന്നത് ദൈവത്തെ ദ്രോഹിക്കുന്ന ദൈവദോഷികൾ തന്നെയാണ്. ആരാധിക്കേണ്ട സമയം ചുമ്മാ റോട്ടിക്കണം വട്ടം കറങ്ങി നടന്ന് എല്ലാം കണ്ടും കേട്ടും കയറി വേണ്ട സ്ഥലം അല്ലാതെ. അതൊരു വശം. അതോടൊപ്പം തന്നെ പ്രാർത്ഥന ഹോളിൽ ഇരുന്നിട്ട് മെസ്സേജ് പറയുന്ന സമയത്ത്, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കുട്ടികളുടെ ഇപ്പം മഴക്കാലമാണല്ലോ, അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് അവർ യൂറിൻ പാസ് ചെയ്യാനൊക്കെ അവർ എണീറ്റൊക്കെ പോകും. അത് കുട്ടികളാണ്. മുതിർന്നവരോ ചില രോഗത്തിന് ബുദ്ധിമുട്ടുള്ളവർ കടന്നു, അത് നമുക്ക് അറിയാലോ. അത് നമ്മളറിഞ്ഞില്ലേ, ദൈവം അറിയുന്നുണ്ടല്ലോ. അതെല്ലാം ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പുറത്തെ കാഴ്ച കണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അന്നേരം ഇവർ പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ മൈൻഡിൽ ആ കുറേ വാഴയൊക്കെ നിൽക്കുന്നത്, ആ വാഴയുടെ ഇല അനങ്ങണതും ആടണതും എല്ലാം അവർ ആസ്വദിക്കും. പ്രാർത്ഥന കൂടി നിന്ന് പുറത്തിറങ്ങി പോയി നിന്നിട്ട് ഇനി അതിലൂടെ പുറത്തിറങ്ങി പോകുമ്പോൾ ആ ബാത്റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു ചൊറിയാമ്പുഴു ഇങ്ങനെ വളഞ്ഞു പോകണമെങ്കിൽ അതിൻ്റെ ആ പോക്കിനെ കണ്ട് വർണ്ണിച്ച് ദൈവം ഇതിനെയൊക്കെ സൃഷ്ടിച്ച് കണ്ടോ എന്ന് പറഞ്ഞ് ബാത്റൂമിൽ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ ഇരിക്കും. പുറത്തിറങ്ങുമ്പോൾ മൈൻഡ് വേറെയാണ്. അകത്ത് ദൈവമക്കൾ അവിടെ ദൈവിക സാന്നിധ്യം വെളിപ്പെടുമ്പോൾ പുറത്ത് മറ്റവൻ കാത്തു നിൽക്കുക. ആ ദേശത്തിലെ ദേശാധിപതി നോക്കി നിൽക്കുക, ഇങ്ങോട്ട് ഇറങ്ങി വാടാങ്ങട്. അവിടെ ഇവിടെ ഇങ്ങനെ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കും. ഇല്ല, ടെക്സ്റ്റ് മെസ്സേജ് വന്ന പോലെ വന്നുകൊണ്ടിരിക്കും. ഒന്നും പോയി മൂത്രം വെച്ചിട്ട് പോരുന്നേ, പെട്ടെന്ന് മൂത്രം വെച്ചിട്ട് വാ. ആ കാലൊക്കെ ഒന്ന് കഴുകി മുഖമൊന്ന് കഴുകിയിട്ട് പൊക്കോ. അപ്പോഴത്തേക്കും അവർ പ്രാർത്ഥന അപ്പോഴത്തേക്കും ആമയും പറയലുള്ളൂ. അപ്പോൾ എല്ലാവരും ഇരിക്കണേന് നിൽക്കുക, അതിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയും ചെയ്യാം, ഒപ്പം ഇരിക്കുകയും ചെയ്യാം. ടെക്സ്റ്റ് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലരതിലൊക്കെ വീണു. ആമേൻ. അതും ദൈവദോഷികളുടെ ഒരു അനുഭവത്തിൽ കടന്നു വരുന്നുണ്ട്. അത് ഗർവിഷ്ഠന്മാർ, ഞാനേ വലിയ സംഭവം എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ട്. എനിക്കെല്ലാം അറിയാമെന്നൊരു ചിന്തയുള്ള ആളുകളുണ്ട്. എനിക്കെല്ലാം അറിയാം. എല്ലാം അറിയുന്നവരെ സമ്മതിക്കണം കേട്ടോ. അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയണം. എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞു ചില നിസ്സാര കാര്യങ്ങൾക്ക് അവരുടെ ചില സ്ഥാനങ്ങൾ വെച്ചിട്ട് നമ്മോട് മോശമായിട്ട് സംസാരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. ആമേൻ. സ്വന്തം വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് വരെ ചോദ്യചിഹ്നമായ ചില അനുഭവങ്ങളുണ്ട്. ആമേൻ. ഞാനൊന്നും പറയാനും കേൾക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അത് കേൾക്കാൻ താല്പര്യം കാണിക്കാത്ത ഒരു കൂട്ടം ആളുകൾ, ഗർവിഷ്ഠന്മാർ. പിന്നെ ആത്മപ്രശംസക്കാർ. ചില ആളുകൾക്കെല്ലാം അല്പനേരം സംസാരിക്കാൻ സമയം കൊടുത്താൽ ഈ പറഞ്ഞത് വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തെ അറിയുന്ന ചില വ്യക്തികളിൽ കടന്നു വരുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആത്മപ്രശംസക്കാർ. ഒരു വചനം വായിച്ച് ആ വചനത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുന്ന കരുതുന്ന കാര്യങ്ങൾ പറയാതെ, ഞാൻ അന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ വിടുതലുണ്ടായി, കുറേ പേര് അമേരിക്കയിൽ പോയി, കാനഡയിൽ പോണത് ഞാനിങ്ങനെ കണ്ടു, അതങ്ങ് സംഭവിച്ചു, അത് ഞാൻ പറഞ്ഞപ്പോൾ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആത്മപ്രശംസക്കാർ. ഈ പ്രശംസ
ഏതെങ്കിലും മെസ്സേജിലൂടെയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണേ, അത് ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ തള്ളിക്കളഞ്ഞാണ് കേട്ടോ. അവർ ആ പ്രശംസ എടുക്കുന്നത്, ആത്മപ്രശംസ, സ്വയം അങ്ങനെ പ്രശംസ എടുക്കുക. പിന്നെ പുതുദോഷം സങ്കല്പിക്കുന്നവർ, അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഒരു ഒരു വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം. പുതുദോഷം സങ്കല്പിക്കുക. ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയെ നശിപ്പിച്ച് കളയാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. അങ്ങനെയുള്ളവരെ സൂക്ഷിച്ചില്ലെങ്കിൽ ദൈവമേ നമ്മൾ തകർന്നു പോകും. അങ്ങനെയുള്ളവർ കൂടെ കൂടരുത്. പുതുദോഷം സങ്കല്പിക്കുന്നവർ ഒറ്റയ്ക്കായിരിക്കില്ല, ഒരു ടീമുണ്ടാവും. അവർ തമ്മിലൊരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. അത് നമ്മളറിയില്ലല്ലോ. ആമേൻ. അവരൊക്കെ പ്ലാൻ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് സംസാരിക്കും, പുതുദോഷം സങ്കല്പിക്കും. എങ്ങനെ ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾക്ക് അവർക്ക് കൂട്ടു നിൽക്കാൻ പറ്റാതെ അതിന് ന്യായീകരണം കൊണ്ടുവന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ പ്ലാൻ ചെയ്യും എങ്ങനെയാണ് ഒതുക്കിക്കളയുക. പണ്ടെന്തോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കി കൊണ്ടുവരും. എന്നിട്ട് അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അത് പിടിച്ച് നമുക്ക് നിൽക്കാം. അങ്ങനെ കുറേ ടീമുകൾ അങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റാക്കി എടുക്കും. എന്നിട്ട് ആ നീതിമാനായ വ്യക്തിയെ എന്തു ചെയ്യും? അവനെ ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, അവന് ശുശ്രൂഷയിൽ വളർന്നു വരാൻ കഴിയാതെ അവനെ തകർത്ത് കളയും. അതുകൊണ്ട് ഞങ്ങളെന്തോ സംഭവമെന്നും പറഞ്ഞ് അവരങ്ങനെ നടക്കും. പുതുദോഷം സങ്കല്പം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്രകാരം സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഏറ്റവും പറഞ്ഞ് നെരുപ്പ് പ്രാപിച്ച് നിത്യത അവകാശമാക്കിക്കൊള്ളണം. അവരെ ദൈവം നികൃഷ്ടബുദ്ധിയിൽ തള്ളിക്കളഞ്ഞതാണ്. ആമേൻ, സ്തോത്രം. പിന്നെ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. മാതാപിതാക്കന്മാർ നമുക്ക് ജന്മം നൽകിയത് അവർ മാതാപിതാക്കന്മാരുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ ഭൂമിയിൽ കടന്നു വന്നത്. ആമേൻ. അവരുള്ളതുകൊണ്ടാണ് നമ്മളുള്ളത്. അവർ നമ്മെ സൂക്ഷിച്ചതുകൊണ്ടാണ്. കാറ്റും മഴയും വന്നപ്പോൾ എല്ലാം, തണുപ്പും ക്ലൈമറ്റെല്ലാം മാറി വരുന്ന സമയത്തെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുകളും ശാരീരിക പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ നമ്മെ നോക്കി സംരക്ഷിച്ച് വളർത്തി നമുക്ക് ചോറ് വാരി തന്ന് നമ്മെ ഇവിടം വരെ എത്തിച്ച മാതാപിതാക്കന്മാർ. ഈ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. അനുസരണം എന്ന് പറയുന്നത് അവർ പറയുന്നത് കേൾക്കുക മാത്രമല്ല, പ്രായമായി കഴിഞ്ഞാൽ അവരെ നോക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ തയ്യാറാകണം. ചിലരതൊന്നും തയ്യാറാകില്ല. അതിനെല്ലാം ഒറ്റപ്പെടുത്തി ഒരു വീട്ടിൽ അപ്പനെയും അമ്മേനെ ആക്കി വേറെ വീട്ടിൽ മാറി താമസിക്കുക, പല കാര്യങ്ങളും ചെയ്യുക. ഇനി ചില ജോലിയോട് ബന്ധത്തിലായാലും ചില മക്കൾ അങ്ങനെ മാറി താമസിക്കാറുണ്ട്. അമ്മയോട് പറയാം, അമ്മയാണെങ്കിൽ അപ്പനോട് പറയാം, നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കും. അപ്പോൾ അവർ പറയും വേണ്ട, ഞങ്ങൾ ഇവിടെ നിൽക്കണുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങളിവിടെ നിന്നോളാം. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നവരെ കുറിച്ച് അല്ലാട്ട് ഞാനീ പറയുന്നത്. അതല്ലാതെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കാൻ കഴിയാതെ അവരെ വിട്ടിട്ട് പിള്ളേരെയും കൂട്ടി പോകുന്ന മാറി താമസിക്കുന്ന ചില കാര്യങ്ങൾ. ഇത് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് എന്ത് കാര്യമുണ്ട്? സ്വന്തം കുടുംബം നേരെവണ്ണം നയിക്കാനും അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കന്മാരെ മാനിക്കാനും ബഹുമാനിക്കാനും കഴിയാത്തവൻ സുവിശേഷവരെ ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട്? സ്തോത്രം. മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ അവരുള്ളത് കൊണ്ടാണ് ആമേൻ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. നമുക്കൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ നമ്മൾ വളർത്തുമ്പോഴേ ആ കുഞ്ഞിൻ്റെ ഒരു അനുഭവങ്ങൾക്ക് ഒരു പനി വന്നു, ചുമ വന്നു, ശ്വാസം മുട്ട് വന്നു, ദൈവമേ നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്തെങ്കിലും സംഭവിക്കുമോ, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം. ഇതുപോലെയൊക്കെ നമുക്ക് സംഭവിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നവരെ അവർ നമ്മെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവർ നമ്മെ നോക്കിയിട്ടുണ്ട്, നമുക്ക് ഭക്ഷണം വാരി തന്നിട്ടുണ്ട്, വയ്യാത്ത അവസ്ഥ കടന്നു നമ്മെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരോഗ്യത്തോടെ നല്ല ശരീരം വരെ നല്ല ആരോഗ്യത്തോടെ ബലവാനായിട്ടിരിക്കുന്നത്. അവിടെ ഒറ്റ കഴിവാണ്. ഇനി അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ അനാഥരല്ല, നമ്മളെ രക്ഷിതാക്കളുള്ള ആളുകളാണ് നമ്മൾ. അവർ മരിച്ചു പോയാൽ നമ്മൾ അനാഥര. ആ മോനെ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ ഇനി അപ്പനോ അമ്മയോ ഉണ്ടാകില്ല. അവരവസ്ഥയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി. അവരുണ്ടെങ്കിൽ ആമേൻ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിലവിളിക്കും. ഭാര്യ നിലവിളിക്കുന്നത് ചേട്ടായി ചേട്ടാ എന്ന് പറഞ്ഞില്ല നിലവിളിക്കണേ. മക്കൾ നിലവിളിക്കണത് അപ്പയെ എന്നൊക്കെ പറഞ്ഞില്ല നിലവിളിക്കണേ. അപ്പനും അമ്മയും നിലവിളിക്കണതോ എൻ്റെ മോനെ എന്ന് പറഞ്ഞ്, എൻ്റെ മോളെ എന്ന് പറഞ്ഞ് നിലവിളിക്കണേ. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ അനുസരിക്കുക. അതുപോലെ ബുദ്ധിഹീനരുടെ പ്രത്യേകത എന്തറിയാമോ? അവർ ദൈവത്തിന് വേണ്ട രീതിയിലൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്തിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ ബുദ്ധിഹീനർ. ആ റോമലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ വ്യർത്ഥ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീരുന്ന ആളുകൾ. ഈ കൂട്ടർ ബുദ്ധിഹീനരാ. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കുക. വചനം അങ്ങനെ പറയുന്നു. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീരുന്ന ആളുകൾ ബുദ്ധിഹീനർ. ദൈവത്തെ അറിഞ്ഞു, ആമേൻ,
അവന് ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാൻ കഴിയാതെ, പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന സ്തോത്രം പോലും പറയാൻ കഴിയാതെ അവിടെ കടന്നു വന്നിരുന്ന് വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുക. ബുദ്ധിഹീനർ. ബോധം എന്ന സ്ഥാനത്ത് അവിടെ പോവാതെ ബുദ്ധിഹീനർ. ഇനി പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് വാഴയ്ക്ക് മണ്ണിടണോ, കോഴിക്കറി ഉണ്ടാക്കണോ, കോഴിനെ എന്ത് ചെയ്യണോ, അത് ചെയ്യണോ, ഈ പ്ലാനിങ് ചെയ്യുന്നത് ബുദ്ധിഹീനർ. സ്തോത്രം. അത് നിയമലംഘികൾ. നിയമം ലംഘിക്കുക. നമ്മുടെ അടിസ്ഥാനം വിളിക്കുന്ന നീതിമാൻ എന്ത് ചെയ്യുന്ന സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. അടിസ്ഥാനം വിളിക്കുന്ന നീതിമാൻ എന്ത് ചെയ്യും? നിയമലംഘികളായി തീരും. അടിസ്ഥാനം ഇളക്കുക. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നിന്ന് മാറി നോക്കി. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ മാറുന്ന ഏതൊരു വ്യക്തി അവൻ പിന്നെ ഏറ്റവും വലിയൊരു ദുഷ്ടനായി തീരും. നിയമം ലംഘിക്കും. നമുക്ക് ചില നിയമങ്ങളുണ്ട്. നമ്മുടെ ചില നിയമങ്ങളൊക്കെ പഴയ നിയമത്തിലെ ഏറ്റവും എനിക്ക് 1-ാം സങ്കീർത്തനത്തിൽ ആ നിയമം വളരെ ഇഷ്ടമാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, അതൊരു നിയമമാണ്. പാപികളുടെ വഴി നിൽക്കരുത്, അതൊരു നിയമമാണ്. പരിഹാസരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പിന്നെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക, അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുക. ഇവ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരും. അതിന് നമ്മൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കും. ഒരു ദുഷ്ടൻ എന്ത് പറയണോ, നീ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകണ്ട, കളിക്കാൻ വാ, ശരി, ഇന്ന് നീ പോകണ്ട, നമുക്ക് വീട്ടിലിരിക്കാം, കുറച്ച് കാര്യങ്ങൾ കണ്ട് ഒരു സിനിമ കണ്ടിരിക്കാം, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോവാം, ഇന്നത്തെ ഒരു പ്രാർത്ഥന വേണ്ട. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയാണ്. പാപികളുടെ വഴി ഇരിക്കരുത്. എവിടെ പോയിരിക്കുന്നത്? സിനിമ കാണാ അല്ലെങ്കിൽ അവിടെ പോയിരിക്കുമ്പോൾ പാപികൾ കൂടുന്ന സ്ഥലമല്ലേ അത്, അവിടെ പോയിരിക്കരുത്. പരിഹസിക്കുന്നവർ അവരുടെ ഇടയിൽ പോയിരിക്കരുത്. നമ്മളോട് പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ഭാഗ്യവാൻ. അതുപോലെ തന്നെ പിന്നെ വാത്സല്യമില്ലാത്തവർ, നിയമലംഘികൾ കഴിഞ്ഞ് പിന്നെ വാത്സല്യമില്ലാത്തവർ കനിവറ്റവർ. ഈ വാത്സല്യമില്ലാത്തവരുടെ ഏറ്റവും വലിയ പ്രത്യേക, അവർക്കൊരിക്കലും കനിവുണ്ടാകില്ല, വാത്സല്യം ഉണ്ടാകില്ല. ഇല്ലാത്തവർ നമ്മളൊക്കെ വാത്സല്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വ്യക്തിയോട് സ്നേഹം തോന്നണം, ഒരു മനസ്സലിവ് തോന്നണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു കുറവ് പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് വിഷയമല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അദ്ദേഹത്തെ സ്നേഹിക്കാൻ കഴിയണം. നമുക്ക് സ്നേഹമില്ല എങ്കിലോ അദ്ദേഹം ഒരു വാത്സല്യം ഉണ്ടാകില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ മുഖത്ത് നോക്കി ദേഷ്യപ്പെടുകയോ സംസാരിക്കുകയോ എന്നോട് മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് പോയാലും നമ്മൾ അവരെ സ്നേഹിക്കുകയാണ്. അവരുടെ ആ ചെറിയ കാണിക്കുന്ന വാശിയും അവരുടെ ദേഷ്യവും നമുക്ക് വിഷയമല്ല. കാരണം എന്താ? നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്. നമ്മെ ചില ആളുകളെ നമ്മൾ സ്നേഹിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അവരോട് എന്ത് ചെയ്യുക, അവരുടെ ചില കാര്യങ്ങൾ കാണുമ്പോൾ എതിർത്ത് സംസാരിക്കുന്നത്. തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം കേട്ടോ. എതിർത്ത് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തിട്ട് അവിടെ കൂട്ടു നിൽക്കാൻ വ്യവസ്ഥയില്ല. തെറ്റ് ചെയ്ത തെറ്റാന്ന് തന്നെ പറയണം എന്ന് കരുതി പിന്നെ മിണ്ടാതെ നടക്കേണ്ട വ്യവസ്ഥയൊന്നുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നു, ചീർക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഒരു മെസ്സേജ് എല്ലാം പറയുമ്പോൾ അതാ പറയുള്ളൂ. പക്ഷെ അനീതിയെ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, ആ ഒരു പോയിന്റ് പറയില്ല. ക്ഷമിക്കുന്നു, സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം മറക്കുന്നു, ഇതൊക്കെ പറയും. അപ്പോൾ അതൊക്കെ മറക്കാൻ ഇതൊക്കെ ചെയ്യണം. പക്ഷെ തെറ്റാന്ന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ തെറ്റിന് ഒരിക്കലും കൂട്ടാളിയായി തീരരുത്. അടുത്ത് കനിവറ്റവർ. ഒരു കനിവും ദയം ചിലരിൽ ഉണ്ടാകില്ല. എത്ര പറഞ്ഞാലും നമ്മളോടൊരു മനസ്സലിവ് കാണിക്കില്ല. ഒരു കനിവറ്റ സ്വഭാവം കാണിക്കും. ശരിയും തെറ്റും തിരുത്തി കാണിച്ചു കൊടുത്താലും, തെളിവടക്കം കാണിച്ചു കൊടുത്താലും വർഷങ്ങളുടെ പഴക്കം ദൈവമായുള്ള ബന്ധത്തിലുണ്ടാവും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും 10-30 വർഷമായ ആളുകൾ വരെയുണ്ട്. തെളിവടക്കം കാണിച്ചു കൊടുത്തിട്ടും കനിവറ്റവരുടെ തെറ്റിനോട് കൂടെ നിൽക്കുകയും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനെതിരെ സംസാരിക്കുകയും തെറ്റ് ചെയ്യുന്നവനെ ശരിയെന്ന് പറയുകയും ചെയ്യുന്ന കനിവറ്റ ആളുകൾ. വചനം പറയുന്നു. ഇനി ആ വാക്യത്തിലേക്ക് കടന്നു വരട്ടെ. റോമലേഖനം 1-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ളവ ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഈ വക പ്രവർത്തിക്കുന്ന ആളുകൾ മരണയോഗ്യരായി തീരുകയാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ ഒരു കാലത്ത് മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ കയ്യിൽ നിന്ന്, എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം നിങ്ങൾ വായിക്കണേ, ആ വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൽ തുറന്ന് നോക്കുമ്പോൾ വാക്യം കാണുന്ന ആ പോയിന്റ് എടുക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ, മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ കയ്യിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്തം വില കൊടുത്ത് വാങ്ങി നമ്മെ ക്രിസ്തു എന്ന പാറമേൽ ഓർപ്പിച്ചു. അവനിൽ എഫേസ്യർക്ക് ലേഖനം വായിക്കുമ്പോൾ 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്നു കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിച്ചേർത്തിട്ട് വീണ്ടും
ഈ വക പ്രവർത്തിക്കുന്നവരുടെ കൂടെ മരണയോഗ്യരായ ആളുകളോട്, അതായത് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ലാത്തതിനും ഉചിതമല്ലാത്ത ചെയ്തുകൊണ്ട് ദൈവം അവർ നികൃഷ്ട ബുദ്ധിയിൽ തള്ളിക്കളഞ്ഞു. ആ വ്യക്തികൾ മരണയോഗ്യരാണ്. ഈ വക പ്രവർത്തിക്കുന്ന മരണയോഗ്യരെന്നുള്ള ദൈവത്തിൻ്റെ ന്യായമാണത്. അവർ അറിഞ്ഞിട്ടും ഈ വക പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്ന് അറിഞ്ഞിട്ടും, അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കുന്നവരോട് പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ആമേൻ. അങ്ങനെയുള്ള ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണേ. ആമേൻ. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു വരിക. ദൈവം നിങ്ങളെ സഹായിക്കും. ആമേൻ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ നമുക്ക് കഴിയണം. ഒരിക്കലും അല്ലാത്ത അവസ്ഥയിൽ കടന്നു പോകരുത്. ദൈവം നമ്മെ നികൃഷ്ടബുദ്ധിയിൽ തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് കൂട്ടുനിൽക്കാൻ ഈ ഭൂമിയിൽ ഹല്ലേലൂയ നമുക്ക് ആരും ഉണ്ടാകില്ല. പിശാചിൻ്റെ കെണിയിൽ വീണുപോയാൽ ഒരു വലിയ ആഘാതത്തിലേക്ക് വീണു പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണോ അതിലേക്ക് നമ്മൾ അവിടെ നിന്ന് കയറി വരാൻ ഒത്തിരി പാടുപെടേണ്ടി വരും. യേശുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കുന്ന ദൈവമക്കളെ മനസ്സിലാക്കണേ, നമ്മൾ ശ്രേഷ്ഠ പുരോഹിത വർഗമായി തീർന്നിരിക്കുക, രാജകീയ പുരോഹിത വർഗമായി തീർന്നിരിക്കുക. ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മോട് കൂടിയിരിക്കും. ഇത് കൃപായുഗമാണ്. ഹല്ലേലൂയ. ഇത് നമുക്ക് രക്ഷയുടെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ആമേൻ, ഒരിക്കലും ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നാം നിന്നു കൊടുക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.